നമസ്കാരം. നിങ്ങൾ ഒരാളുടെ രോഷം കണ്ടതാ, ടൊവിനോ തോമസ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ അക്രമത്തെപ്പറ്റി എന്തെങ്കിലും ഒരു വാഹനം നശിപ്പിച്ചിട്ടുണ്ടോ, പൊതുമുതൽ നശിപ്പിച്ചിട്ടുണ്ടോ? ഒന്നുകിൽ അദ്ദേഹം എന്ത് അന്ധതയാണെന്ന് എനിക്കറിയില്ല, മത അന്ധതയാണോ രാഷ്ട്രീയ അന്ധത, എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്? മറ്റേ നമ്മുടെ ജോജു, ഇതൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ്. ജോജു ഒക്കെ മറ്റേ മഹാരാജാസ് കോളേജിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ കണ്ടു, അടിയന്തരാവസ്ഥയെപ്പറ്റി സംസാരിക്കുന്നത്. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. ഇത് അടുത്ത അടിയന്തരാവസ്ഥയാണ്. അപ്പോൾ അടിയന്തരാവസ്ഥ നടന്നിട്ടുള്ളത് കുഴപ്പമായിരുന്നു പുള്ളി എന്നെ പറയുന്നുണ്ട്. എൻ്റെ പൊന്നേട്ടാ, നിങ്ങളിങ്ങനെ രോഷങ്ങളുണ്ടാ വെച്ചാൽ രോഷങ്ങളുണ്ടാ. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, ഇവിടെ കേരളത്തിലെ ആശാവർക്കന്മാർ കാര്യങ്ങൾക്ക് സമരം നടന്നു. UDF വേണ്ടി വന്നു ഒരു താൽക്കാല ആശ്വാസം കൊടുക്കാണ്. പിന്നെയോ നേഴ്സന്മാർ കുത്തിമറിഞ്ഞ് ഇവിടെ റോട്ടിൽ കിടന്നിട്ട്, എന്നിട്ടോ ഇവിടുത്തെ ഏതെങ്കിലും ഫിലിം സ്റ്റാർസ് മുണ്ടിയില്ല, ഏതെങ്കിലും സെലിബ്രിറ്റികൾ മുണ്ടിയില്ല, ഏതെങ്കിലും ഇടതുപക്ഷ അനുഭവമുള്ളവർ മുണ്ടൂല. എന്താ മുണ്ടാത്ത? നമ്മൾ ലോക്കൽ വിഷയങ്ങളൊന്നും എടുക്കൂല. ഈ പറയുന്ന ഗഡീസൊന്നും അവനവൻ്റെ പഞ്ചായത്തിലോ അവനവൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറകിലുള്ള വീട്ടിലൊരു വിഷയത്തിലോ അല്ലെങ്കിൽ അവനവൻ്റെ ജില്ലയിലെയോ കേരളത്തിലെയോ ഒരു പ്രശ്നത്തിലും നമ്മളൊന്നും പറയാറില്ലേ. നമുക്ക് മിനിമം ഒരു CNN ഒരു അൽ ജസീറ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇടപെടുള്ളൂന്ന് ഒന്ന് ആലോചിക്ക്. രഞ്ജിനി ഹരിദാസ് ഇവിടെ ഏതെങ്കിലും ഇത്തരം സമരങ്ങൾക്ക് ഐക്യദാർഢ്യം പറഞ്ഞിട്ടുണ്ടോ? ആശാവർക്കന്മാരുടെ വിഷയം, നഴ്സുമാർ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. എന്തിന് പറയുന്നു? ഇവിടെയും ചോർച്ചകളും ഒലിപ്പും വലിപ്പും ഒഴുക്കുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന്. എവിടെയെങ്കിലും വന്നിട്ട് TV പരിപാടിയൊക്കെ മാറ്റി വെച്ചിട്ട്, അല്ല മൂപ്പർക്ക് പിന്നെ TV പരിപാടിയൊന്നും കാര്യമായിട്ടില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ മാറ്റി വെച്ചിട്ട് വന്നിട്ട് കുത്തിയിരുന്നിട്ടുണ്ടാ ഇരിക്കാറില്ല. അതാണ് പറയുന്നത്. ഈ പ്രത്യേക തരം ബുദ്ധിജീവികൾ ഇവർ മിനിമം ഒരു ഇന്ത്യക്ക് പുറത്തുള്ള വേൾഡ് പൊളിറ്റിക്സിലാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. അല്ലാണ്ട് കേരളത്തിലെ ചെറിയ വിഷയങ്ങളിലോ സാധാരണക്കാരൻ്റെ വിഷയങ്ങളിലോ ഇവരൊന്നും ഇടപെടില്ല. ഇത് ഇവർക്കറിയാം. ഈ വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ശ്രദ്ധ കിട്ടുമെന്ന്. അപ്പം ശ്രദ്ധ കിട്ടുന്ന കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാറുള്ളൂ. ഒന്നില്ലെങ്കിൽ സ്ക്രീനിൽ വരണം, അല്ലെങ്കിൽ ശ്രദ്ധ കിട്ടണം. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്. പിന്നെ ഡൽഹി പോവാത്തതുകൊണ്ട് അങ്ങ് മഹാരാജാസിൽ തടിച്ചുകൂടി. അവിടെ ഇരുന്ന് ഡൽഹിയിൽ നടക്കുന്ന വിഷയങ്ങൾ ഒന്നും കാണാതെ എന്തൊക്കെയോ വിവരക്കേട് പറഞ്ഞു. അത് കുഴപ്പമില്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഗഡികളാണ്. നമ്മൾ ഇന്റർനാഷണൽ വിഷയങ്ങളിൽ ഇടപെടും. വേൾഡ് പൊളിറ്റിക്സ് ആണ് നമ്മളുടെ ഇഷ്ടം. വേൾഡ് പൊളിറ്റിക്സ്